ട്രംപിൻ്റെ തീരുവ യുദ്ധമാണ് പ്രധാനപ്പെട്ട വാർത്തയെല്ലാം തന്നെ. ഇപ്പോൾ തീരുവ യുദ്ധത്തിനകത്ത് പല ഘട്ടങ്ങളായിട്ട് നടക്കുന്ന, ആദ്യം ചൈനയോട് തുടങ്ങി മറ്റു രാജ്യങ്ങളോടൊക്കെ പ്രഖ്യാപിച്ചു. ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കാനഡയെ പിടിച്ച് അമേരിക്കയെ ചേർക്കണം, 51ാമത്തെ സ്റ്റേറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പുച്ഛിച്ച് തള്ളി. ഒരു ലോഡ് പുച്ഛമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇന്ത്യയുടെ അടുത്ത് ചെറിയ തോതിലൊക്കെ മുട്ടാൻ നോക്കി. ഇന്ത്യ പറഞ്ഞ് അങ്ങനെ പേടിക്കുകയൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും പറ്റാൻ നോക്കി ഇന്ത്യയെ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിൽ. ഈ ട്രംപ് കുറേ നാളായിട്ട് പല കളികളും കളിക്കുക. ഇപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം ഒഴിവാക്കിയത് താനാണ്, ഇസ്രയേൽ ഇറാൻ യുദ്ധം ഒഴിവാക്കിയത് താനാണ്. ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉക്രൈൻ യുദ്ധം ഒഴിവാക്കാനൊക്കെ ആയിട്ട്. ട്രംപിൻ്റെ ഈ ഒഴിവാക്കൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ശരിക്കും ട്രംപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യം. അത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് തലയ്ക്ക് പിരി ലൂസുണ്ടോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷെ സത്യത്തിൽ മൂപ്പർക്കൊരു അസുഖമുണ്ട്. മൂപ്പർക്ക് വളരെ എന്താ പറയുക, മാനസിക പ്രശ്നമുണ്ടോ? മാനസിക പ്രശ്നമല്ല, അല്ലാതെ മൂപ്പർക്കൊരു അസുഖമുണ്ട്. ഞെരിപിരി കൊള്ളുന്ന രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഈ അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ പൊറുതി മുട്ടുന്ന സമയത്ത് നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയൊക്കെ രണ്ടായിട്ടൊക്കെ അങ്ങ് പോകുമല്ലോ. ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ മൂപ്പർക്ക് ജലദോഷം വന്നാൽ തന്നെ നമ്മുടെ മാനസികാവസ്ഥ മാറും. അതെ, അത് മാറും. നമ്മൾ പിന്നെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒന്നായിരിക്കും ചിന്തിക്കുക, പക്ഷെ അതിലേക്ക് അങ്ങ് പ്രവൃത്തിയൊന്നും എത്തൂല. ആ ഒരു അവസ്ഥയുണ്ട്. അതിന് പിന്നെ കൂടെ തന്നെ ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തം തലയിൽ ചുമക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പിമ്പിരി കൊണ്ടിട്ടാണ് ട്രംപ് നടക്കുന്നത്. ഈ കഴിഞ്ഞിടക്ക് ഒരു പത്രസമ്മേളനത്തിന് വന്നപ്പോൾ മൂപ്പരുടെ കയ്യിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല പാൻ കേക്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഫോട്ടോഗ്രാഫർമാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞു. ആ ചിത്രമൊക്കെ ഭയങ്കര വൈറലായി. അപ്പൊ എന്തിനാണ് ഈ മൂപ്പർ ഇവിടെ ഇങ്ങനെ ഇത് തേച്ച് വെച്ചിരിക്കുന്നത്, മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എല്ലാവരും ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്, മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്താണ് കാര്യം. അത് കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ കാലിന്റെ ചിത്രം വന്നു. കാല് എന്ന് പറയുന്നത് ഷൂസ് ഇട്ടിട്ട് നമ്മൾ നീര് വെച്ച് വീങ്ങിയിരിക്കുമ്പോൾ ഷൂ എങ്ങനെ കാലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും, ആ ഒരു അവസ്ഥയിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും പാപ്പരാസികൾ എല്ലാവരും അവിടെ ഇങ്ങനെ സംസാരമായി, ഇങ്ങർക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട്, ഈ അസുഖത്തെയാണ് ഞങ്ങൾ ചുമക്കുന്നത്, ഇങ്ങരുടെ ഈ ഇരിക്കപ്പുറതി ഇല്ലായ്മയും തീരുവ യുദ്ധം എല്ലാം ഒരുപക്ഷെ ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ചതഞ്ഞ പാടാണ് ഈ പറയുന്ന പോലെ ചിത്രങ്ങളിലൂടെ പുറത്തു വന്നത്. അതുപോലെ തന്നെ വീർത്ത് വിങ്ങിയ കാലുമൊക്കെയാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ കൈയിൻ്റെ പാട് വന്നതോടുകൂടി തന്നെ ഈ പിൻഭാഗത്തുള്ള പാട് മറയ്ക്കാൻ വേണ്ടിയിട്ട് കനത്ത മേക്കപ്പ് ചെയ്തിട്ട്, അതാണ് പാൻ കേക്ക് ചെയ്തിട്ട് ഉരച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് മൂപ്പർക്കൊരു അസുഖമുണ്ട് എന്നുള്ളതാണ്. ക്രോണിക് വെനസ് അപര്യാപ്തത, അതായത് CVI എന്നാണ് ഇതിനെ ഷോർട്ട് ഫോമിൽ പറയാം, ക്രോണിക് വെനസ് എന്നാണ് പറയാ. ആ ഒരു അസുഖമുണ്ടെന്ന് ഇത് US ഉദ്യോഗസ്ഥർ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു അസുഖം ഞങ്ങളുടെ പ്രസിഡന്റിനുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കേണ്ട ഒരവസ്ഥ വന്നു. അത്രയുമേൽ അവിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. അപ്പോൾ ആഴ്ചകളായിട്ട് ട്രംപിന് കാലുകളിൽ നേരിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. കണങ്കാലിൽ വീർത്ത പാടുകളും കൈകളിൽ ചതവുകളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. 79 വയസ്സുണ്ട്. പ്രായാധിക്യം വരുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങളും ഒക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ബൈഡന് തീരെ ആരോഗ്യമില്ല, മറവിയാണ്, നിൽക്കുന്ന നിപ്പിൽ തിരിഞ്ഞു പോകുന്നു, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാണ് ഈ ട്രംപ് ഈ പറയുന്ന അധികാരത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ബൈഡൻ തോപ്പിക്കുന്നതും അങ്ങനെയാണ്. എന്നിട്ടാണല്ലോ കമലാ ഹാരിസ് ഒക്കെ വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് അന്ന് ആക്ഷേപിച്ച ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞ് ട്രംപ് പറഞ്ഞു എൻ്റെ ആരോഗ്യം പെർഫെക്റ്റാണ്. എന്നിട്ട് ആരോഗ്യ റിപ്പോർട്ട് എവിടെയും ചോദിച്ചപ്പോഴത്തേക്ക് അത് കയ്യിലില്ല, അത് പുറത്ത് വിടുന്നില്ല. അതൊക്കെയാണ് ട്രംപിന്റെ നിലപാട്. ഇപ്പം എന്തായാലും അസുഖം വെളിയിൽ വന്നു അല്ലേ? അതെ, അതൊരു നമ്മൾ പറയില്ല കൊച്ചു കൊച്ചു അസ്കിതകൾ. ആ അസ്കിത ഈ പറയുന്ന പ്രായം എത്തുമ്പോൾ എല്ലാവർക്കും അസ്കിതകൾ ഉണ്ടാകും, സ്വാഭാവികമാണത്. അതിപ്പോൾ ബൈഡൻ ഇരുന്നപ്പോൾ ബൈഡനെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെന്നല്ലാതെ പിന്നെ മൂപ്പരെ സംബന്ധിച്ച് ഓർമ്മക്കുറവ് വല്ലാതെ ഉണ്ടായിരുന്നു. അത് ആ പാർട്ടിയെ തന്നെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ, ഇതല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. പിന്നെ വൈറ്റ് ഹൗസിന് ഒരു ഡാറ്റ പുറത്തു വരണമെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്.
അതങ്ങനെ അങ്ങ് ചാടിക്കയറി പുറത്തോട്ട് വിടുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ 79 വയസ്സാണ് ഇങ്ങേർക്കുള്ളത്. അപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം CVI ബാധിച്ചതായിട്ട് പറയുന്നത് ആരാണ്? കരോലിൻ ലീവിറ്റ് എന്ന് പറയുന്ന അവരുടെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന് ഈ CVI എന്ന് പറയുന്ന അസുഖബാധിതനാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഇതെല്ലാം ചെയ്തു വരേണ്ടി വരുന്നത്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ ഇതുകൊണ്ടാണ് എന്നുള്ളൊരു നമ്മൾ എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ കൈകുലക്കുന്ന ഒരു ശീലവും ഹൃദയ സംബന്ധമായ അസുഖത്തിന് മരുന്നൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് എന്ന് പറയാം. ആസ്പിരിനാണ് കഴിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് ട്രംപിന് ഈ ഒരു അസുഖം വന്നത്. ഇതിന് പിന്നിൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഹൃദയ സംബന്ധിയായിട്ടുള്ള അസുഖത്തിനുള്ള ആസ്പിരിനൊക്കെ കഴിക്കുന്നതാണ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ CVI എന്താണ്, അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ അറിയാം ആർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം തിരികെ അയക്കുന്നതിൽ സിരകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ക്രോണിക് വെനസ് അപര്യാപ്തത എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം അപര്യാപ്തമാകുന്നത് കാലുകളിലൂടെ സിരകളിൽ രക്തം അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇതൊരു തരം വെയിന ഡിസോർഡർ ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കാലക്രമേണ ഈ CVI എന്ന് പറയുന്നത് വേദന, നീർവീക്കം, ചർമ്മത്തിലെ മാറ്റങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. കാലുകളിലും കണങ്കാലുകളിലും നീർവീക്കം അല്ലെങ്കിൽ വളരെയേറെ ഭാരമൊക്കെ തോന്നിപ്പെടുക, പിന്നെ മലബന്ധം, ചൊറിച്ചിൽ, കാലിലെ അൾസർ, കാലുകളുടെയും കണങ്കാലുകളുടെയും ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളായിട്ടും ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് രോഗനിർണയം വൈകാറുമുണ്ട്. ഡോപ്ലർ അൾട്രാസൗണ്ട് പോലുള്ള ലളിതമായ പരിശോധന കൊണ്ട് തന്നെ ഈ CVI കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇത് സമയബന്ധിതമായുള്ള ചികിത്സയ്ക്കൊക്കെ കാര്യമാവുകയും ചെയ്യും. പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ഒരു 50 വയസ്സിനൊക്കെ മുകളിലുള്ളവരിൽ ഈ പറയുന്ന രോഗാവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് CVIയും മറ്റ് സ്ഥിരപ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒന്ന്, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്ഥിര അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഗർഭകാലത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. പുകവലി, രക്തപ്രവാഹത്തിൻ്റെയും സ്ഥിര ആരോഗ്യത്തിൻ്റെയും ലംഘനം കാരണം ഈ പുകവലിക്കാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടാവസ്ഥയൊക്കെ കൂടാറുണ്ട്. മറ്റൊന്ന്, ഉദാസീനമായിട്ട് ഉള്ള ജീവിതശൈലിയാണ് എന്നാണ് പറയുന്നത്. ദീർഘനേരം ഇരിക്കുന്നത് കാലുകളുടെ സിരകളിൽ രക്തം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകും. കൂടാതെ രക്തം പമ്പ് ചെയ്യാനുള്ള പേശികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പിന്നെ കുടുംബപരമായിട്ടുള്ള നമ്മൾ പറയില്ലേ ഒരു സാധ്യതകളുള്ള ചരിത്രമുള്ളതാണ്. CVIയുടെ കുടുംബ ചരിത്ര അനുബന്ധ അവസ്ഥകളുമൊക്കെ ഇത് വരാനുള്ള സാധ്യതയൊക്കെ വരുത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പറയും ദിനം പ്രതി ട്രംപ് എണീറ്റിരിക്കുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നോക്കാറുണ്ട് ട്രംപിൻ്റെ ഇന്നത്തെ പുതിയ എന്തെങ്കിലും ഉത്തരവുണ്ടോ. കാരണം മൂപ്പർക്ക് ഇപ്പം പറഞ്ഞത് പിന്നെ അടുത്ത നിമിഷം മാറ്റി പറയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുള്ള അസ്വസ്ഥതകൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബൈഡനെ എന്തെല്ലാം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇത് ട്രംപിനെയും അലട്ടുന്നുണ്ടാവും അല്ലേ. ഒരു കണങ്കാലൊക്കെ വീർത്ത് 79 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് നടക്കുന്നതിന്, ഒരു ഷൂസ് ധരിക്കുന്നതിന് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ അമേരിക്ക എന്ന് പറയുന്ന നാടിൻ്റെ കടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 38 കോടിയോ ബില്യൺ കോടിയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത്രയും കോടി കടമുള്ള ഒരു നാടിൻ്റെ എന്താ പറയുക ഭരിക്കുന്ന ഒരാൾ. അപ്പം ഇതെല്ലാം കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ, തലയ്ക്ക് കിളി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ട്രംപ് ഈ പറയുന്ന നുണയനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഒരു ദിവസം 21 നുണകൾ ട്രംപ് പറയാറുണ്ട് എന്നാണ് മുൻകാലത്ത് അയാളുടെ ഫസ്റ്റ് ടൈമിൻ്റെ കണക്കാണ്. ആ സമയത്ത് ഇരുന്നപ്പോൾ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ഇയാളുടെ നുണകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ആവറേജ് ശരാശരി ഒരു ദിവസം പറയുന്നത് 21 നുണകളാണ്. അത്രയും നുണ പറയുന്ന ഒരു നേതാവാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ട്രംപിന് ശാരീരികമായ ആർക്ക് അസുഖം വന്നാലും നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ള ഒരു കാര്യമാണ്, മനുഷ്യത്വം ഉള്ളവർക്ക്. പക്ഷേ ട്രംപ് അങ്ങനെ ഇരിക്കുമ്പോൾ എത്ര നാൾ തുടരാനാവും എന്നുള്ളതും മറ്റൊരു ചോദ്യചിഹ്നമാണ്.